ഒപ്പം ഇപ്പോഴും ഗോപൻ സ്വാമിയുടെ വസതിയിൽ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ പരിശോധനകൾ തുടരുകയാണ്. അരുൺ മോഹനാണ് ഉള്ളത്. അരുൺ, പോലീസ് സംഘം അവിടെ ഇപ്പോഴും തുടരുകയാണോ? കൂടുതൽ പരിശോധനകൾ ഏത് നിലയിലാണ് തുടരുന്നത്? അഭിലാഷ്, ഇപ്പോഴും പോലീസ് സംഘം ഇവിടെ ഉണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. വീടിനും പരിസരത്തായിട്ട് പോലീസുണ്ട്. കാരണം ഇനി വരാനുള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ ഫലമാണ്. അത് തന്നെയാണ് എല്ലാവരും ഇവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ആ സമയത്തിനുള്ളിലാണ് പോലീസ് ഇവിടെ പരിശോധനകൾ പൂർത്തീകരിക്കുന്നത്. പരിശോധനകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നാണ് DSP ഷാജിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ വീട്ടിൽ പ്രവേശിച്ചത്. അവിടെ ഏറെ നേരം വാതിലടച്ചിട്ട് പരിശോധന നടന്നിരുന്നു. ആ സമയത്ത് അമ്മയും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യയും ഇളയ മകനുമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരിശോധനയാണോ, ഇനി ചോദ്യം ചെയ്യലാണോ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതാണോ എന്നൊക്കെ വരും മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പോലീസിൽ നിന്ന് വ്യക്തമാവുന്നതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മനസ്സിലാവുന്നതും ഇനി അവിടെ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നേരത്തെ നമ്മളിവിടെ സംസാരിച്ചതുപോലെ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പോലീസ് കണ്ടെത്തി നൽകി. എവിടെയാണ് ഗോപൻ സ്വാമി എവിടെ എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരം നൽകി. ഇനി എന്ത് പറ്റി, എങ്ങനെ പറ്റി എന്നുള്ളതിന് ഉത്തരം കണ്ടെത്താനുണ്ട്. അതും പോലീസിന്റെ ബാധ്യത തന്നെയാണ്. പക്ഷെ അതിലേക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ഒരു നടപടിക്രമം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉൾപ്പെടെയുള്ള ഫലം വരണം. അത് വന്നാൽ മാത്രമേ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിലേക്ക് വേണ്ടി എന്തായാലും ഈ പറയുന്ന നെയ്യാറ്റിൻകര CI പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോ തിരുവനന്തപുരത്തുണ്ട്. അതേസമയം DYSP നെടുമങ്ങാട് DSP KS അരുണും ഒപ്പം നെയ്യാറ്റിൻകര DSP ആയ ഷാജിയും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും ഈ പറയുന്ന പ്രദേശത്തുണ്ട്. ഈ പറഞ്ഞത് പോലീസ് സംഘത്തെ ഈ പറയുന്ന വിന്യസിച്ചെന്ന് വേറൊന്നുമല്ല, ഈ പറയുന്ന ഒരു സംഘർഷ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്കൊന്നും കടന്നില്ല. അതാണല്ലോ അരുൺ, നേരത്തെ നമുക്കറിയാം ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കൂടിയാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ ഈ പോലീസ് നടത്തിയ ഇടപെടലുകളിൽ സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ കൂടി അല്ലെങ്കിൽ അവരെ കൂടി കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം, ചില അനുമതി പത്രങ്ങളടക്കം വാങ്ങിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്ന ഒരു നിബന്ധന അവർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറത്ത് ഇപ്പോഴും ഈ മൃതദേഹം പരിശോധിക്കുന്നതിലോ വിദഗ്ധ സംഘം അവിടെ എത്തിയതിലോ കല്ലറ പൊളിച്ചതിലോ ഒന്നും തങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നവർ പോലും ഇപ്പോൾ അതിനോട് അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് പരിശോധിക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ഇനി അതിനെ എതിർത്താൽ അത് കോടതി അലക്ഷ്യമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കോ വിയോജിപ്പുകൾക്കോ എതിർപ്പുകൾക്കോ ഇനി അവിടെ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഈ മണിക്കൂറുകളിൽ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആദ്യഘട്ടങ്ങളിൽ, അതായത് ഈ മൃതദേഹം പുറത്തെടുക്കാൻ വന്ന അല്ലെങ്കിൽ സമാധി പൊളിക്കാൻ വന്ന തിങ്കളാഴ്ച ദിവസം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധമായി രംഗത്തെത്തിയത്. അന്ന് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ നിലപാട് ഇത് തന്നെയായിരുന്നു. ഒരു മുന്നറിയിപ്പോ ഒന്നുമില്ലാതെ തന്നെയാണ് ഇപ്പോൾ വന്നത്. ഒരുവിധ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ വന്ന് ഈ ചെയ്തതിനെ പ്രതിഷേധിക്കുന്നു എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിന്നത്. അത് അന്ന് വൈകുന്നേരം ആ സംഭവം അത് ഏറെ നേരത്തെ വാക്കേറ്റങ്ങളുടെ സംഘർഷാവസ്ഥയിലേക്ക് ആയതിനെ തുടർന്ന് പോലീസ് നടപടിയിൽ നിന്ന് വളരെ നയപരമായി മാറി നിന്നിട്ട് ഈ പറയുന്ന സംഘടനാ നേതാക്കളുമായും അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ മകനുമായിട്ടുള്ള ചർച്ച നടത്തി ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം അന്ന് പിരിയുകയായിരുന്നു. എന്നാൽ ഈ പറയുന്ന അപ്പോൾ തന്നെ ഈ പറയുന്ന ഹിന്ദു സംഘടനകൾക്കൊക്കെ ഏറെ കാര്യങ്ങൾ ബോധ്യമായി. അവർ പോലീസ് നൽകിയ ഉറപ്പിന്മേൽ അവർക്ക് നോട്ടീസും കൊടുത്തു. അതോടുകൂടി ഈ സംഘടനകൾക്കൊക്കെ ഈ കാര്യത്തിലേറെ അവരുടെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിൽ തൃപ്തികരമായി എത്തി. പക്ഷേ കാരണം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള നിലപാടിലേക്ക് വന്നു തുടങ്ങി. അതിനോടൊപ്പം എന്നാൽ ഗോപൻ സ്വാമിയുടെ മക്കൾ ഉറച്ചു നിന്ന നിലപാടിൽ ഈ പറയുന്ന നിലപാടിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചതും. ഹൈക്കോടതിയുടെ വിധിയും ഇവർക്ക് എതിരായി വന്നതോടുകൂടി സ്വാഭാവികമായി പോലീസിന് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്.
അപ്പോൾ അവിടെയും ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. കാരണം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അവർ വന്നത്. പക്ഷെ എന്നാൽ അപ്പോഴും ഗോവിന്ദസ്വാമിയുടെ മക്കൾ അതിനെ എതിർക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഇന്നലെ രാത്രി വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും 4 മണിയോടുകൂടി പോലീസ് ഈ പറയുന്ന സ്ഥലം പോലീസിന്റെ നിയന്ത്രണത്തിലായതോടുകൂടി സ്ഥിതിഗതികൾക്ക് മാറ്റം വരികയാണ് ഉണ്ടായത്. കാരണം ഈ പറയുന്ന വീട്ടിനുള്ളിൽ അവരെ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ട് തന്നെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. എന്നാൽ നടപടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സ്ഥലത്ത് മകനെ എത്തിച്ച് ഈ പറയുന്ന സ്ഥിതിഗതികൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പോലീസ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരുന്നു ഈ പറയുന്ന നടപടിയിലേക്ക് മുന്നോട്ട് പോയത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തീർച്ചയായും അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ആരോപിച്ച ഹിന്ദു സംഘടനകളുടെ നിലപാട് ഇനി പ്രസക്തിയില്ല എന്നുള്ളത് അവർക്കും ബോധ്യമാണ്. അത് തന്നെയാണ് ഇവിടെ പ്രതിഷേധങ്ങൾ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം. ഇവിടെ ഇപ്പോൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇപ്പോൾ ചെവികൾ എല്ലാവരുടെയും നോട്ടം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ്. തീർച്ചയായും അവിടെ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ടിന്റെ ഫലം ആണ് അറിയേണ്ടത്. അത് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ കാത്തു നൽകുക. അതിനുശേഷം എന്താണ്, അതിനുശേഷം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു വസ്തുത എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇന്നലെ വരെ സമാധി ഇടത്തിനുള്ളിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ സമാധി ഇടത്തിന് ഉള്ളിൽ ഗോവിന്ദസ്വാമി ഉണ്ടോ വരെയുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞു നിന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇതിനൊക്കെ വിരാമം വിട്ടുകൊണ്ട് പോലീസ് തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ മറ്റു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമുള്ള ഫലം എന്ത് എന്നതാണ് ഇനി ഇതിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കടക്കുക. അപ്പോഴും പ്രാഥമികമായി നിലനിൽക്കുന്ന ചില സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ അരുൺ. അതായത് ഈ മരണം സംഭവിച്ചതിന് ശേഷം അത് അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട ഒരു പശ്ചാത്തലം, അതെപ്പോഴാണ് പ്രിന്റ് ചെയ്തത് എന്ന സംശയം. ഒപ്പം ഈ കല്ലറ തയ്യാറാക്കിയത് അത് നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന ഒരു വിവരമല്ല. ഇനിയിപ്പോൾ ഈ കല്ലറ ഇപ്പോൾ തന്നെ ഈ കൗൺസിലർ പറഞ്ഞതനുസരിച്ച് സ്ലാബുകൾ നീക്കം ചെയ്താണ് കല്ലറയിൽ നിന്ന് പുറത്തെടുത്തത് എന്നുള്ളതാണ്. ഈ കല്ലറ ആരാണ് തയ്യാറാക്കിയത്, അതെപ്പോഴാണ് ഒരുക്കിയത്, അത്തരം വിവരങ്ങൾ പോലെയുള്ള ഘടകങ്ങൾ, അതിൻ്റെ സമയം, ഇതൊക്കെ പ്രധാനമാണല്ലോ. ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ വിഷയത്തിലെ എല്ലാ പഴുതുകളും സസൂക്ഷ്മം പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കാരണം ഇവർ പറയുന്ന സമയം, ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോസ്റ്ററിന്റെ നിർമ്മാണ കാലം, ഒപ്പം അത് പതിപ്പിച്ച കാലം, ഈ പറയുന്ന എല്ലാം തന്നെ പോലീസ് ഈ പറയുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ഈ മരിച്ചു എന്ന് പറയുന്ന സമാധിയായി എന്ന് പറയുന്ന ഇവർ വാദിക്കുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്യാറ്റിങ്കര ഭാഗത്ത് നിന്ന് 2 പേർ ഇവിടെ വന്നുപോയെന്നും അവർക്ക് മൊഴി നൽകിയിരുന്നു. അപ്പോൾ അവരാര്, എന്താണ് എന്നുള്ള ആ ഒരു അന്വേഷണം അത് ചോദിച്ചു വരുന്നുണ്ട്. എല്ലാ വിവരവും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അതിലൊന്നും ഒരു പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ മാറ്റമില്ല. പക്ഷേ ഈ പറയുന്ന മൊഴികളുടെ വൈരുദ്ധ്യം അതുൾപ്പെടെയുള്ള കാര്യം നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി വരാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ സംശയങ്ങൾക്കിടവരുത്തിയ നിരവധിയായ സാഹചര്യങ്ങൾ ഉണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് മൃതദേഹം പുറത്തെടുത്ത് വിശദമായി പരിശോധിക്കുന്നത്. ഇതേ